ശബ്ദരൂപം ചേട്ടൻ്റെ ജൈത്രയാത്ര അവസാനിച്ചിട്ടില്ല. ചേട്ടൻ ഇപ്പോൾ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊരിഞ്ഞ എഴുത്താണ്, എഴുത്തോടെ എഴുത്ത്, ചന്നം പിന്നെ എഴുത്തും. അപ്പോൾ എഴുതിയിട്ട് എല്ലാ മാസികകളിലേക്കും എല്ലാ പ്രസിദ്ധീകരണ സംഭവങ്ങളിലേക്കും ഒക്കെ അയച്ചു കൊടുക്കും. ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെ നിലവാരമില്ല എന്നും പറഞ്ഞിട്ട് ഇത് തിരിച്ചയക്കും. ഈ നിലവാരമില്ല എന്ന് അയച്ചു വിട്ട സാധനം എല്ലാം കൂടി ഇങ്ങനെ വന്ന് കുന്നുകൂടി കിടക്കും. അപ്പോൾ ഈ പുള്ളിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബഷീറിൻ്റെ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ അതുപോലെ ഓടക്കുഴൽ അവാർഡ് കിട്ടിയ വയലാർ അവാർഡ് കിട്ടിയ സാധനമൊക്കെ പുള്ളി എടുത്തിട്ട് പുള്ളിയുടെ പേരിലങ്ങായിട്ട് അയച്ചു കൊടുത്തു. പുള്ളിയുടെ അഡ്രസ്സ് കണ്ടാൽ അവർക്ക് മനസ്സിലായി, അവരിത് തുറന്നു പോലും നോക്കിയില്ല, നിലവാരം ഇല്ലെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പോൾ ഈ നിലവാരത്തിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അത് ശരി, അപ്പോൾ അവരുടെ പോലും നിലവാരമില്ല, പിന്നെ എന്തിനാ പോലെ എനിക്ക് നിലവാരമൊക്കെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ നമുക്ക് പുള്ളി അങ്ങ് ഭയങ്കര ഡിപ്രസ്ഡ് ആയി കേട്ടോ. പുള്ളി ഡിപ്രസ്ഡായി, പുള്ളി ഫുള്ളും വെള്ളം. അങ്ങനെ ഒരു സമയത്ത് പുള്ളി ഒരു സന്ധ്യയ്ക്ക് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ട്രാക്കൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതിലേക്കൂടി ഇങ്ങനെ കൂട്ടുകാരനൊത്ത് നടന്നു പോകുമ്പോഴത്തേക്കും അങ്ങനൊരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഈ നല്ലവനായ കൂട്ടുകാരൻ ഓടിപ്പോയി. ഈ പുള്ളി അവിടെ നിന്ന് കൊടുത്തു. ട്രെയിൻ വന്ന് പടാന്ന് ഇടിച്ച് അങ്ങ് തെറിപ്പിച്ചു. പക്ഷേ പുള്ളിക്കൊന്നും പറ്റിയില്ല കേട്ടോ. പുള്ളി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എല്ലാവരും ചെന്ന് ചോദിച്ചു, എന്താ ഇയാൾക്ക് ഓടി മാറിക്കൂടായിരുന്നോ, കൂട്ടുകാരൻ ഓടി മാറിയില്ലേ? അപ്പോൾ ഈ പുള്ളി പറയാ, അത് ഞാൻ കരുതി എൻ്റെ പൊന്നടാവേ ഇത് ഇങ്ങനെ വന്നപ്പോൾ ഒത്തിരി ട്രാക്ക് അവിടെ കിടപ്പുണ്ടായിരുന്നില്ല, ഇത് വളച്ച് മാറ്റി അപ്പുറത്തൂടെ പോകുമെന്ന് ഞാൻ ഓർത്തുന്നു. അപ്പോൾ ഈ പുള്ളി ഇതുകൊണ്ടൊന്നും നിർത്താൻ ഇതില്ല. ഈ പുള്ളി അടുത്ത ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിച്ചു. ഈ പുള്ളിക്ക് എങ്ങനെയും ഒന്ന് വൈറലായേ പറ്റത്തുള്ളൂ. അപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് പുള്ളി തീരുമാനിച്ചപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞുള്ള സ്ഥലം, ഒരു ബോളിവുഡ് സീനൊക്കെയാണ്. അപ്പോൾ മഞ്ഞുള്ള സ്ഥലം നമ്മുടെ അടുത്ത് ഊട്ടിയേ ഉള്ളൂ. പുള്ളി അവിടെ വരെ പോയില്ല. എന്തായാലും അമ്മ തീ ഇടുമ്പം പുകയുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു പുക സെറ്റ് ചെയ്യാൻ പുള്ളി തീരുമാനിച്ചു. സെറ്റ് ചെയ്യാനായിട്ട് പുള്ളിയുടെ വീടിൻ്റെ വടക്കേലെ തോമച്ചായൻ്റെ ഈ റബ്ബറും തോട്ടത്തിൽ പോയി തീ കത്തിച്ചിട്ട് പുള്ളി ഷൂട്ട് തുടങ്ങി. പക്ഷേ ആ 2 ഏക്കർ റബ്ബറും തോട്ടം നിന്ന് കത്തിയിട്ട് 4 ചാനലാണ് പുള്ളിയുടെ ഈ വാർത്ത ഒരേ സമയം റിപ്പോർട്ട് ചെയ്തത്.